ശ്രേയ ഇപ്പോഴേ ഇവിടുത്തെ മരുമകളുടെ അധികാരവും അവകാശവും പിടിച്ചുപറ്റാൻ നോക്ക്. അമ്മായിയുടെ അശോ ചേച്ചിയുടെ മുന്നില് അരവിന്ദേട്ടനോട് സ്നേഹമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാ ഇന്നവള് ഫുഡും കൊണ്ട് വന്നത്. ശ്രേയയുടെ സ്വഭാവം എന്താണെന്ന് ഇനി വാക്കുകൾ കൊണ്ട് അവരെ വിശ്വസിപ്പിക്കാൻ പറ്റില്ല. നമ്മുടെ മുന്നിൽ ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്താ നീ ഉദ്ദേശിക്കുന്നത്? അരവിന്ദേട്ടന്റെ ആക്സിഡന്റിന് പിന്നില് ശ്രേയാണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ അത് തെളിയിക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ല. എങ്ങനെ തെളിയിക്കാനാണ് കാക്കോത്തി? CCTV വിഷ്വൽസിലൊന്നും അവന്റെ മുഖമോ വണ്ടി നമ്പരോ ഒന്നും വ്യക്തമല്ലല്ലോ. നമ്മൾ എത്ര സ്ഥലത്ത് കയറി ഇറങ്ങിയതാ. അക്കുചേട്ടാ, എന്താ കാക്കോത്തി? പിന്നെ ആക്സിഡന്റ് നടന്ന സ്ഥലത്തിന്റെ മുന്നോട്ടുള്ള റോഡിലെ വിഷ്വൽസ് അല്ലേ നമ്മൾ ചെക്ക് ചെയ്തത്? അവൻ സ്പോട്ടിലേക്ക് എത്തിയ വഴി നമ്മൾ പോയി നോക്കിയില്ലല്ലോ. പക്ഷേ അവിടെയും ഇത് തന്നെയായിരിക്കും ഫലം. ആ വീട്ടിലെ മാത്രം CCTV വിഷ്വൽസാ ശ്രേയ ആളെ വിട്ട് കൊണ്ടുപോയത്. അതിനർത്ഥം ഒന്നുകിൽ അവൻ അവിടെ വണ്ടി നിർത്തി കാണും, നമ്പരോ ഫേസോ കാണാവുന്ന രീതിയിൽ. അതെ, നമുക്ക് പിന്നോട്ട് പോയെന്ന് നോക്കാം. ശ്രേയ വിട്ടുപോയ ഏതെങ്കിലും സ്ഥലമുണ്ടോന്ന്. അവൻ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തോ അവിടെ വരെ നമുക്ക് എത്തണം. എന്തെങ്കിലും ക്ലൂ കിട്ടിയാ ഇനി പോലീസിനെ അറിയിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ തന്നെ അവനെ കണ്ടെത്തണം. ശ്രേയയുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് അരവിന്ദേട്ടനെ അമ്മായിയെ മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ അവനെ കിട്ടണം. അരവിന്ദേട്ടനെ ശ്രേയ അപകടപ്പെടുത്തിയതാണെന്ന് അറിഞ്ഞാൽ അമ്മായി വെറുതെ ഇരിക്കില്ല. നാളെ നേരം വിളിക്കട്ടെ, നമുക്കിറങ്ങാം. കുറച്ചുകൂടെ മുമ്പത്തൊന്ന് പ്ലേ ചെയ്തേ. ശരിടാ, ഓക്കെ. കാക്കുത്തി, നമ്മൾ ഊഹിച്ചത് കറക്റ്റാ. വണ്ടിയുടെ നമ്പരോ ആളുടെ മുഖമോ തെളിഞ്ഞിട്ട് തന്നെയാ നമ്മൾ ഇന്നലെ നോക്കിയ വീട്ടിലെ വിഷ്വൽസ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തെ ഫൂട്ടേജും അവള് കൊണ്ടുപോകണ്ടേ? ശരിയാക്കു ചേട്ടാ. അക്കുചേട്ടാ, വണ്ടി നിർത്ത്. എന്തുപറ്റി? നല്ല ചൂട്. തണുത്ത നാരങ്ങ വെള്ളം കുടിച്ചിട്ട് പോവാം. ഓ, ചേട്ടാ, രണ്ട് സർബത്ത്. ഇപ്പൊ തരാം.